ആദ്യം കോൺഗ്രസ് പ്രതിനിധി സേനാപതി വേണുവിലേക്കാണ്. ശ്രീ സേനാപതി വേണു, UDF-ലെ കാര്യങ്ങൾ മാറിമറിയുകയാണോ? ഈ അടുത്ത കാലം വരെ ഇതുവരെയുള്ള ഒരു കീഴ്വഴക്കം അനുസരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് UDF-ലെ ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. നിർണായകമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് കോൺഗ്രസ് ആണ്. അതിനെ പിന്താങ്ങുന്ന സമീപനം മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു രണ്ടാമത്തെ പൊസിഷനിൽ മുസ്ലിം ലീഗ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ UDF രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനെ മറികടന്നുകൊണ്ട്, കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ലീഗ് ഒരു വല്യേട്ടൻ മനോഭാവത്തോടെ മുന്നണിക്കകത്ത് പെരുമാറുന്നു. ആ രീതിയിൽ കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കുന്ന ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് PV അൻവറിൻ്റെ കാര്യത്തിൽ. PV അൻവറിനെ നമുക്കറിയാം, അവിടെ ഇടതുചേരിയിലായിരിക്കുമ്പോൾ രാഹുലിൻ്റെ DNA പരിശോധന നടത്തണമെന്ന് പറഞ്ഞ PV അൻവർ, പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ 140 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച PV അൻവർ, ആ PV അൻവർ UDF-നോട് ചേർന്ന് നിൽക്കുമ്പോൾ UDF-ലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ പണിപ്പെടുന്നത് മുസ്ലിം ലീഗാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ സ്ഥിതിവിശേഷത്തെ കാണുന്നത്? കോൺഗ്രസിനെ വരുതിക്ക് നിർത്തുകയാണോ മുസ്ലിം ലീഗ്? അല്ല, അങ്ങ് ചോദിച്ച ആദ്യത്തെ ചോദ്യം കോൺഗ്രസിന്റെ എന്താ പറഞ്ഞ മേധാവിത്വത്തെ, ഇപ്പൊ UDF-ൽ അങ്ങനെ കോൺഗ്രസ് മേധാവിത്വമെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മേധാവിത്വം എന്നുള്ളത് കോൺഗ്രസിലില്ല, UDF-ലില്ല. ഞങ്ങൾ എല്ലാ ഘടകകക്ഷികളോടും, കാരണം MLA-മാരാരുമില്ലാത്ത വളരെ ചെറിയ പാർട്ടിയായ CMP-യുടെ നേതാവ് CP ജോണിനും UDF-ലെ തുല്യമായ പരിഗണനയാണ്. അത് ഞങ്ങളും അതെ, അങ്ങോട്ടും അതെ. അപ്പൊ അവിടെ ഒരു വലിയേട്ടൻ അല്ലെങ്കിൽ കൊച്ചേട്ടൻ എന്നുള്ളൊരു ഭാവം UDF-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ MLA-മാരുടെ എണ്ണത്തിൽ നോക്കിയാൽ ഇപ്പൊ ഞങ്ങൾ ഒന്നാമത് നിൽക്കുന്നു, 15 MLA-മാരുള്ള മുസ്ലിം ലീഗ് രണ്ടാമത് നിൽക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങളൊരു വലിയ പാർട്ടിയാണെന്നോ അല്ലെങ്കിൽ അവരുടെ പാർട്ടി ഞങ്ങളെക്കാൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം, അതായത് MLA-മാരുടെ നമ്പറുകളുടെ വ്യത്യാസത്തിൽ, അങ്ങനെ നമ്പറുകളുടെ വലിപ്പ ചെറുപ്പത്തിൽ ഒരു വ്യത്യാസവും ഘടകകക്ഷികൾ തമ്മിൽ നിലവിൽ UDF-ൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം PV അൻവർ അദ്ദേഹം UDF-ലേക്ക് കടന്നു വരുമോ എന്നുള്ളതാണ്. അൻവർ ഒരു കാലത്ത് KPCC മെമ്പറായിരുന്നു. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് K സുധാകരന്റെ വളരെ അടുത്ത അനുയായിയും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളുമായിരുന്നു ഈ PV അൻവർ. അതിനുശേഷം അദ്ദേഹം ഇടതുപക്ഷത്ത് പോയി, ഇടതുപക്ഷത്ത് നിന്ന് MLA ആയി, അദ്ദേഹം സ്വതന്ത്രനായി പാർലമെന്റിലേക്ക് മത്സരിച്ചു. അന്ന് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പം PV അൻവർ അന്ന് പ്രസംഗിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് PV അൻവർ എന്ന ഇടതുപക്ഷക്കാരനും ഇടതുപക്ഷത്തു പ്രസംഗിച്ചിട്ടുള്ള. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഇപ്പം വിരലിലുണ്ടാവുന്ന ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ, ഒരു മാസം അല്ലെ 2 മാസമേ ആയിട്ടുള്ളൂ. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേദിവസം വരെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷവും കോൺഗ്രസിൽ പ്രവർത്തിച്ച ആളായിരുന്നു ഡോക്ടർ സരിനായിരിക്കും ഒരുപക്ഷെ. ഞങ്ങളൊക്കെ KPCC-യുടെ മീഡിയ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ സരിനുമായിട്ട് വളരെ അടുത്ത ബന്ധവും പരിചയവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. ഒരുപക്ഷെ കേരളത്തിലെ നവമാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും തുറന്ന വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള വേറൊരാളും കോൺഗ്രസ് പാർട്ടിയിൽ സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹം കോൺഗ്രസിൽ നിന്നപ്പോൾ ചെയ്തതാണ്. അദ്ദേഹം പ്രത്യേകമായ കാരണത്താൽ അപ്പുറത്തേക്ക് പോയി. രാഷ്ട്രീയത്തിൽ വ്യക്തികളല്ല, അത് ഇഷ്യൂസിനെ ബേസ് ചെയ്തുള്ള നിലപാടുകളാണ്. ആ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു അൻവർ എടുത്തിരിക്കുന്ന നിലപാട് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം ഈ ഗവൺമെന്റിനും എടുത്തിരിക്കുന്ന നിലപാടാണ്. ഇപ്പൊ മിനിഞ്ഞാന്നാള് അൻവറിനെ അറസ്റ്റ് ചെയ്തത്, അതിനെ ആദ്യം അപലപിച്ചത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണ്. അതിനുശേഷം K സുധാകരൻ, രമേശ് ചെന്നിത്തല, UDF-ന്റെ മുഴുവൻ നേതാക്കളും അതിനെ അപലപിച്ചിരിക്കുകയാണ്. അവിടെ അറസ്റ്റിന്റെ സാഹചര്യം എന്താണ്? അവിടെ മണി എന്ന് പറയുന്ന ചോളനായിക്കർ വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി, ആ ആദിവാസി നാട്ടിൽ പോയിട്ട് തിരിച്ച് തന്റെ ഊരിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഒരു എന്താ പറഞ്ഞേ ഒരു സങ്കട കാഴ്ച, തന്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ രക്ഷിച്ചതിന് ശേഷം അദ്ദേഹം യഥാർത്ഥത്തിൽ തന്റെ ജീവൻ ബലി കൊടുക്കുകയാണിത്. 2 വയസ്സ് മുതൽ മുകളിലേക്കുള്ള തന്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ രക്ഷിക്കുന്നതിന് വഴിയൊരുക്കിയിട്ട് കാട്ടാനയുടെ മുമ്പിൽ സ്വയം എന്ന് പറഞ്ഞ ഒരു ബലിയാടായി നിന്നുകൊണ്ടാണ് ആ മനുഷ്യന്റെ മരണം ഉണ്ടായത്. അപ്പൊ ആ മനുഷ്യന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ സ്ഥലത്തെ MLA-യുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലേക്ക് മാർച്ച് നടത്തി. അതെല്ലാ നാട്ടിലും സംഭവിക്കുന്നതാണ്. ഒരുപക്ഷെ റെജി ലൂക്കോസോ അല്ലെങ്കിൽ ഗോകുലോ ഒരു വനപ്രദേശത്താണ് താമസിക്കുന്നത്. ഞങ്ങള്
ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. കാരണം ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്തോട് ചേർന്നാണ് ഈ വനഭൂമിയും വനപ്രദേശങ്ങളും കാട്ടാനയുടെ ആക്രമണവും വന്യജീവിയുടെ ആക്രമണവും. അപ്പൊ ഒരാൾ മരിച്ച ഇത്രയും എന്താ പറഞ്ഞ സങ്കടകരമായ ഒരു ഘട്ടത്തിൽ ഒരു ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടന്ന ഒരു മാർച്ചിൽ അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. PV അൻവർ ഫോറസ്റ്റ് സ്റ്റേഷന് അകത്ത് കയറിയെന്നോ ഫോറസ്റ്റ് സ്റ്റേഷനിലെ പൊതുമുതലുകൾ നശിപ്പിച്ചു എന്നുള്ള ഒരു പരാതിയുമില്ല. ഞങ്ങളും നിരന്തരമായി ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതാണ്. കാരണം വനം വകുപ്പിന്റെ നിഷ്ക്രിയത്വവും ഒരുപക്ഷെ PV അൻവറിന്റെ സേനാപതി വേണു, ഞാനൊന്ന് ഇടപെടുന്നത് കൊണ്ട് അങ്ങ് ക്ഷമിക്കുക. PV അൻവർ വേണ്ടിയിരുന്നോ ഈ മലയോര ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നം ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാൻ? ഇവിടെ നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ലേ? ആ മുസ്ലിം ലീഗ് എന്താണ് അക്കാര്യത്തിൽ ചെയ്തത്? അങ്ങനെ ഒരു പ്രതിപക്ഷം, ആ ഒരു പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം PV അൻവർ എത്തിയതിലൂടെ മാത്രമാണോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്? അതല്ല. അവിടെ എത്തിയ ജനപ്രതിനിധികളിൽ ആദ്യം വന്നയാള് അവിടുത്തെ MLA എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ സമരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും അദ്ദേഹത്തിന്റെ പ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തോടൊപ്പം ചേർന്നു എന്നുള്ളത്. അപ്പോ അദ്ദേഹം നടത്തിയ സമരം അതൊരു എന്താ പറഞ്ഞ ഒരു പ്രത്യേക ആവശ്യം, അതായത് ജനങ്ങളുടെ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി നടത്തിയ ഒരു സമരമാണ്. ആ സമരത്തിന് ജനങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. ഇവിടെ രണ്ടാമത്തെ ചോദ്യം, PV അൻവറിനെ പോലെ, അൻവർ നിൽക്കട്ടെ, ഒരു MLA രാത്രിയിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട എന്ത് സാഹചര്യമാണ് അവിടെ ഉണ്ടായത്? കാരണം കോടതിയുടെ വിധി, ഈ ജാമ്യ ഉത്തരവിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇദ്ദേഹം നേരിട്ട് ഈ കൃത്യങ്ങളിൽ ഒന്നും പങ്കെടുത്ത ആളല്ല. ഇദ്ദേഹം ഫോറസ്റ്റ് സ്റ്റേഷനകത്ത് കയറിയിട്ടില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വന്ന ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇഷ്യൂ ഉണ്ടായത്. ഇവിടെ നീലിമ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ലക്ഷക്കണക്കിനല്ല ദശലക്ഷക്കണക്കിന് ആളുകളുടെ കാണെ ആ നിയമസഭയ്ക്കകത്ത് എത്രയോ വലിയ പൊതുമുതൽ നശീകരണവും സ്പീക്കറുടെ ഡയസ് തല്ലി തകർക്കുന്നത്, കസേര തല്ലി തകർക്കുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൽ യഥാർത്ഥത്തിൽ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള അന്നത്തെ നേതാക്കന്മാരൊക്കെ പ്രതികളാകേണ്ടതാണ്. പക്ഷെ 6 പേരുടെ പേരിൽ മാത്രമേ കേസെടുത്തിട്ടുള്ളൂ. ആ 6 പേരെ കൂടാതെ അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ കക്ഷിയുടെ മുഴുവൻ MLA മാരും അന്നത്തെ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ MLA-മാരും ഇന്നത്തെ അത് നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം. ഈ പൊതുമുതൽ നശിപ്പിക്കുന്നതൊക്കെ, അവരൊക്കെ എത്ര ദിവസം ജയിലിൽ കിടന്നു എന്നുള്ളതൊക്കെ പൊതുജന മധ്യത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ശ്രീ സേനാപതി വേണു, ഞാൻ അങ്ങയിലേക്ക് എത്താം. അതായത് അങ്ങ് പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് PV അൻവർ ഉയർത്തിയ ഈ ഒരു ജനകീയ പ്രശ്നത്തെ ഞങ്ങൾ അങ്ങ് ഏറ്റെടുക്കുന്നു, PV അൻവറിനെ ഞങ്ങൾ സ്വമേധയാ അങ്ങ് സ്വാംശീകരിച്ചെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നൊരു സന്ദേശം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്.